ഹലോ, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൊരു സെയിൽ ഉണ്ട് കേട്ടോ, ഒരു ചെറിയൊരു സെയിലുണ്ട്. അപ്പോൾ ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത്, നമ്മുടെ വീടിൻ്റെ 3-ാമത്തെ വർഷമാണ് കേട്ടോ. ഒന്ന് ഞങ്ങൾ വീട്ടിലേക്ക് താമസിച്ചിട്ട് 3 വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം അൽഹംദുലില്ലാ ഭയങ്കര സന്തോഷമുണ്ട്. ഒരു വീട്, ഈ വീടെന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നമായിരുന്നു കേട്ടോ. അതെല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ, ഒരു വീടൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവരുടെയും ഡ്രീമായിരിക്കും. അപ്പം ഞങ്ങൾക്ക് ഇതേപോലെ ഇക്കോ ഫ്രണ്ട്ലി വീട് വെക്കാനായിരുന്നു ആഗ്രഹം. അതെന്തായാലും അൽഹംദുലില്ലാ സാധിച്ചിട്ട് 3 വർഷം കംപ്ലീറ്റ് ആയി. അപ്പം നമ്മളിന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ഉണ്ട് ചെയ്യുന്നത്. 4 പ്ലാന്റാണ്, ഒരു കോംബോ ഓഫറാണ് കേട്ടോ. 4 പ്ലാന്റും കൂടെ എടുക്കുകയാണെങ്കിൽ 200 രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് 60 രൂപ, അങ്ങനെയാണ് കേട്ടോ വെക്കാൻ ഉദ്ദേശം. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ മെസ്സേജ് ആക്കുക. മെസ്സേജ് ആക്കേണ്ട നമ്പർ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു പ്ലാന്റ്, ഈ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു പ്ലാന്റാണ് കേട്ടോ, 1-ാമത്തെ പ്ലാന്റ്. ഇപ്പം ഈ ഒരു പ്ലാന്റും അതുപോലെ ഈ രണ്ടാമത് കാണുന്ന 2 എഴുതിയിട്ടുള്ള ഈ ഒരു പ്ലാന്റും അതുപോലെ വേറൊരു പ്ലാന്റും കൂടെ 2 പ്ലാന്റും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു അഗ്ലോണിമ ലിപ്സ്റ്റിക്ക്, ഈ ഒരു പ്ലാന്റും പിന്നീട് കാണുന്നത് ഏത് ഫാമിലിപ്പെട്ട പ്ലാന്റാണെന്ന് എനിക്കറിയില്ല, ഈ ഒരു പ്ലാന്റും കൂടെയാണ് ഉള്ളത് കേട്ടോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ ലാസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഏതൊക്കെ കോളിയാസാണ് കേട്ടോ, ഞാൻ ജസ്റ്റ് ഇതിന് വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ടാണ് ഞാൻ നമ്മുടെ ഈ ഒരു അഗ്ലോണിമ നട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അത് ഈ മണ്ണിൽ വെക്കുമ്പോൾ ഇതിന് അധികം ഒരു ഗ്രോത്തൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ തണലുള്ള സ്ഥലമാകുമ്പോൾ ആണ് ഏറ്റവും കൂടുതൽ നല്ലത്. കണ്ടോ, ഈ ഒരു പ്ലാന്റൊക്കെ ഞാൻ അവിടെ നട്ടുവെച്ചതാണ്, നിലത്താണ് നട്ടിട്ടുള്ളത് മണ്ണിൽ. അപ്പോൾ അത് നല്ല ചട്ടിയിലുള്ളതിനെക്കാട്ടും ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും വെയിലായതിനെക്കൊണ്ട് എനിക്ക് മണ്ണിൽ വെക്കാനൊരു സ്ഥലം ഇനിയില്ല. അപ്പോൾ ഈ ഒരു ചെടി, അപ്പോൾ ഇതൊക്കെ വേണ്ടവർ, ഇതൊക്കെ സെയിൽ ചെയ്യാനുള്ളത് തന്നെയാണ് നമുക്ക്. അപ്പോൾ വേണ്ടവരൊന്ന് മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് പറ്റിയ ഒരു കുറഞ്ഞ വിലക്ക് തന്നെ കൊടുക്കുന്നതായിരിക്കും. ഈ കാണുന്നതായിട്ട് നമ്മുടെ അഗ്ലോണിമകൾ. ഇനിയും കുറച്ച് അഗ്ലോണിമം കൂടി ഇതിലേക്ക് വെക്കാനുണ്ട്. ഞാൻ തൈകളാക്കി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് തൈകളൊക്കെ ആവുന്ന സമയത്ത് ഞാൻ സെയിലിന് ഇടുന്നതായിരിക്കും കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അല്ലേ, ഈ ഒരു ചെടികൾ കാണുമ്പോൾ തന്നെ. എന്നെ സംബന്ധിച്ച് ചെടികൾ ഭയങ്കര സന്തോഷമുള്ള സാധനമാണ് കേട്ടോ. ഞാൻ എത്രയോ കാലമായിട്ട് ചെടികൾ വളർത്തുന്നുണ്ട്, എനിക്ക് ചെടികളോട് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു തെച്ചികളൊക്കെ കണ്ടോ പൂടാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളുടെ. ഇതിൻ്റെയൊക്കെ ആദ്യത്തെ തെച്ചീൻ്റെ പൂവൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിനേക്കാൾ പൂക്കളുണ്ടായിരുന്നു നേരത്തെ എൻ്റെ കയ്യിൽ, വീടൊക്കെ താമസിച്ചുകൊണ്ട് തന്നെ. അതിൻ്റെ മുന്നേ ചെടികളുണ്ടായിരുന്നു, പിന്നെ വീട് താമസിച്ച ശേഷം എല്ലാം അങ്ങനെ സെറ്റാക്കി വെക്കുക ചെയ്ത്. ഇവിടെ അങ്ങനെ ഒക്കെ ചട്ടിയിലായിരുന്നു എൻ്റെ കയ്യിലുണ്ടായത്. ഇതൊക്കെ എത്രയോ കാലം മുന്നേ പറഞ്ഞാൽ ഒരു 6 വർഷമൊക്കെ എന്തായാലും ആയിട്ടുണ്ടാവും ഈ ചെടിക്കൊക്കെ, ഒരു തെച്ചിക്കുന്നതിനൊക്കെ. പിന്നെ ഇതൊക്കെ നമ്മുടെ ബോഗൺവില്ലാസൊക്കെ നല്ലോണം പൂട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ കട്ട് ചെയ്തു. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ വേണ്ടവർക്ക് കട്ടിങ്സും വെച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. പ്ലാന്റിൻ്റെ ബോഗൺവില്ലേൻ്റെ കട്ടിങ് വേണമെന്നൊക്കെ പറയുന്നവർക്കാണെങ്കിൽ കട്ടിങ്ങും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും, ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഇല്ലാത്തവരൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. വീഡിയോ മുഴുവനായിട്ട് കണ്ട് പിന്നെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതിൽ നമ്മുടെ ഇൻഡോറിൽ വെച്ച് കുറച്ച് ചെടിയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഈ ഒരു എന്താ പറയുക, ലക്കി ബാമ്പു, ഇതിങ്ങനെ ഒരു കുപ്പി പെയിൻ്റ് അടിച്ചിട്ട് അതിലിട്ട് വെച്ചതാണ് കേട്ടോ. അതൊക്കെ എൻ്റെ മോൻ ചെയ്ത പെയിൻറ്റിങ്ങാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു സംഭവം ഇതൊക്കെ ഇൻഡോറിൽ വെച്ച് അടിപൊളിയാണ് കേട്ടോ. നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കണം എന്നുള്ളൂ, വലുതായിട്ടല്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഇലയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുക, നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ. ഇത് ഞങ്ങളുടെ ലിവിങ് റൂമാണ് കേട്ടോ. ഇതിനുള്ളൊക്കെ കുറേ ചെടികളുണ്ടായിരുന്നു, ലക്കി ബാമ്പൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ചെറിയ മോള് നല്ല പണിയെടുക്കും ചെടിമ്മേൽ, അതിനെക്കൊണ്ട് ഞാൻ പുറത്തേക്ക് മാറ്റിയതാണ്. ചെടി കേട് വരുന്നതല്ല പ്രശ്നം, അതോട് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോന്നൊക്കെ കേൾക്കുന്നില്ല, അതിനെക്കൊണ്ട് ഞാനൊക്കെ പുറത്തേക്ക് വെച്ചതാണ് കേട്ടോ. സ്നേക്ക് പ്ലാന്റ് ഞാൻ അതേപോലെ ഇങ്ങോട്ട് എടുത്ത് വെച്ചതാണ്, ഡൈനിങ് ഹാളിലായിരുന്നു അത്. ഈ ലിവിങ് നമുക്ക് പുറത്താണുള്ളത്, അപ്പോൾ അത് അവിടുന്ന് അങ്ങോട്ട് ഞാൻ മാറ്റി വെച്ചതാണ്, ഡൈനിങ് റൂമിലായിരുന്നു ഇത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഞാൻ കാണാതെയൊക്കെ പല പണികളും ചെയ്യുന്നുണ്ട് ഇപ്പോൾ, അവിടെ ഇവിടെ കീറുക പിടിക്കുക. അപ്പം ഒരു പേടിയാണ്, അതിനെക്കൊണ്ട് ഞാനത് ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ്. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കൂടെ തന്നെയാണല്ലോ വരിക എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ. അതേപോലെ ഈ ഒരു ലാൻഡിങ്ങിൽ അവിടെ ഒരു ചെടി ഉണ്ടായിരുന്നു. അതുപോലെ ഈ എല്ലായിടത്തും ചെടിയായിരുന്നു കേട്ടോ. ഈ കോണിൻ്റെ താഴെ ഇതേപോലെ ഫുള്ള് പച്ച മാറ്റ വിരിച്ചിട്ട് അതിലൊക്കെ ചെടി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഫുള്ള് ഇവൾ വലുതായ ശേഷം ഞാനൊക്കെ എടുത്ത് മാറ്റിയാണ്. അതേപോലെ അവിടെ മാറ്റി വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്നു ചെടി, സ്ക്രീനിൽ കണ്ടല്ലോ.
അതുപോലെ ഞാൻ ഈ ഇതിൻ്റെ 2 സൈഡിലും അതേപോലെ ഈ ഒരു വലിയ വിൻഡോൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചെടി കേട്ടോ. പക്ഷേ ഇവളെ ഇടയിൽ ഇതൊന്നും നടക്കൂല. കാരണം ഇവള് നല്ല പണിയെടുക്കും. എനിക്ക് പേടിയാണ് അവളെ ആ ഒരു കാര്യത്തിൽ. പിന്നെ ഇത് നമ്മുടെ ബോഗൺവില്ലയാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ. ബോഗൺവില്ല എന്താണ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ ബോഗൺവില്ല. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് ബോഗൺവില്ല. ഇഷ്ടപ്പെടാത്തവരുണ്ട് കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. എത്ര രസമാണല്ലോ അതിൻ്റെ പൂവിനെ കാണാൻ. അപ്പോൾ ഇത് നമ്മുടെ ഒരു വിങ്ക. ഇതിന് മുന്നേ ഞാനത് വാങ്ങിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് വാങ്ങിയ വിങ്കയാണത്. അപ്പോൾ മഞ്ഞ ജമന്തി ഇപ്പോൾ ഒക്കെ ഒരു പൂവ് ഉണ്ടാകുന്ന സമയമാണ് എനിക്ക് തോന്നുന്നത്. ഇതേപോലെ വയലറ്റ് കളറ് ഒരു ബോഗൺവില്ലയാണ് കേട്ടോ. ഇത് വയനാട്ടിൽ നിന്ന് ഞാൻ പൊട്ടിച്ചുകൊണ്ടുവന്നതായിരുന്നു. കൊമ്പ് പൊട്ടിച്ചുകൊണ്ടുവന്നായിരുന്നു റോഡ് സൈഡിൽ നിന്ന്. എല്ലാം കൂടെ പൂവിടുമ്പോൾ ഒരു അടിപൊളി ഒരു ഫീലാണ് കേട്ടോ. നമുക്കിത് രാവിലെ വൈകുന്നേരമൊക്കെ ഇതിൻ്റെ അടുത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന തന്നെ ഒരു സന്തോഷമാണ്. എന്താ ചില ആളുകളെ കാണുന്നതിന് പകരം എന്നൊക്കെ പറയില്ല, അതേപോലെയാണ് നമുക്ക്. അപ്പോൾ ഇവിടെ വേറെ ഞങ്ങൾ നിത്യകല്യാണി എന്നാണ് ഞങ്ങളിതിന് പറയാം കേട്ടോ. ഇപ്പോൾ വിങ്ക എന്നെല്ലാവരും പറഞ്ഞിട്ട് അതിൻ്റെ വിങ്കനായിട്ടുണ്ട്. അപ്പോൾ ഈ നിത്യകല്യാണി എന്നും പോടും. ഇതിന് സീസണും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഏതോ ഒരു സമയത്ത് ഇതിന് തണ്ടൊക്കെ ചീഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമില്ല, അടിപൊളിയായിട്ട് വെള്ളൻ്റെ നടുവിൽ ഡോട്ടുള്ളത് പ്യൂർ വൈറ്റ്, പിന്നെ അതേപോലെ ഈ ഒരു വയലറ്റിൻ്റെ നടുവിലൊരു പുള്ളിയുള്ളത്, അങ്ങനെ ഒരു 3-4 ടൈപ്പിന്. ഇതൊക്കെ നാടൻ, ഇത് നമ്മൾ വാങ്ങിയതാണ്. പക്ഷേ മറ്റൊക്കെ നാടൻ വെറൈറ്റി തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഇതിൽ കാണുന്ന ഫോട്ടോ ഉണ്ടല്ലോ, ഇതിൻ്റെ പിന്നെ നമ്മുടെ കോണീൻ്റെ താഴെയുള്ളൊരു ഭാഗമാണ് കേട്ടോ. അതേപോലെ വാഷ് ബേസിൻ്റെ ഏരിയ ആണത്. കണ്ടോ, അവിടെയൊക്കെ നിറച്ചും ചെടിയുണ്ട് കേട്ടോ. ഇപ്പം ഇതൊന്നും ഇല്ല. ഈ ചെടികളൊക്കെ പുറത്താണ് ഇപ്പോൾ ഉള്ളത്. ഇതൊക്കെ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ അവിടെയും ഇവിടെയും കിടക്കുകയാണ് ചെയ്യണത്. കാരണം അത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അത് ഇങ്ങനെ കിടന്ന് വളരുകയാണ്. കാരണം എല്ലാ ചെടിയും കൂടെ നോക്കി എനിക്ക് എത്തുന്നുമില്ല. ഇതൊക്കെ കുറേ സ്ഥലവും വേണമല്ലോ. അപ്പോൾ ഇത് എൻ്റെ ഒരു മണി പ്ലാന്റ് ആണ് കേട്ടോ. വീട്ടിലേക്ക് താമസിച്ച സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. സിറ്റ് ഔട്ടിലൊക്കെ ഇതേപോലെ ചെടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷെ ഇതൊക്കെ ഇപ്പം ഈ ചെടിയൊക്കെ ഇപ്പോൾ പുറത്താണ് കേട്ടോ ഉള്ളത്, ഉള്ളിലില്ലേ. അതുമാതിരി ഇതെല്ലാം പുറത്താണ്. കാരണം ചെടി ഉള്ളിൽ വെക്കാൻ ഇഷ്ടമില്ലായിട്ടല്ല, ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഒരു അപകടം വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുള്ളത്. ഈ ചെടിയൊക്കെ എൻ്റെ കയ്യിൽ കുറേ ഉണ്ട് കേട്ടോ. ഞാൻ സെയിലിന് ഇടുന്നുണ്ട്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ആക്കിയിടുക കേട്ടോ. പിന്നെ കണ്ട ഈ ഒരു ഭാഗം ഫ്രണ്ടിലാണിത്. നിങ്ങൾക്ക് എന്താ പറയാന്നല്ല, അതിൽ മല്ലിക എന്നാണ് പറയുക, 8 മല്ലിക എന്നാണ് പറയുക. പിന്നെ നമ്മുടെ ആ ഒരു തെച്ചിയും പിന്നെ അഗ്ലോണിമൊക്കെ വെച്ച ഭാഗമില്ല, ആ ഒരു ഏരിയ ആണ് കേട്ടോ അത്. അവിടെയൊക്കെ നല്ല പുല്ലൊക്കെ വെച്ചിട്ടാണ് സെറ്റാക്കി. ഞാൻ തന്നെയാണ് ആൾക്ക് ചെയ്തത് കേട്ടോ. ഇത് നമ്മുടെ എന്താ പറയുക കല്യാണ സൗഗന്ധികം. നല്ല സ്മെല്ലാണ് അതിൻ്റെ പൂവിന്. ഇതാണ് നമ്മുടെ നേരത്തെ പൂവിട്ട് കണ്ട തെച്ചീൻ്റെ ആദ്യത്തെ കേട്ടോ. എത്ര പൂവായ്മലൊക്കെ ഉണ്ടായതെന്നറിയാം. പിന്നെ ഈ റോസൊക്കെ എപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഒക്കെ നിലത്താണ്, നല്ലോണം പൂടുന്നുണ്ട് കേട്ടോ. ഇതുമൊക്കെ നിറച്ച് പൂടുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഈ ഒരു താമര ഇതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ പൂവിടുന്നില്ല. ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന വിങ്കയാണ് കേട്ടോ, പിങ്ക് കളറ്. ഇതൊന്നും അല്ല പൂക്കളുണ്ട്. ഇഷ്ടംപോലെ ഫോട്ടോസ് എൻ്റെ ഫോണിൻ്റെ ഗാലറിയിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ചാമ്പക്കൻ്റെ മരം പെട്ടെന്ന് എന്താണെന്നറിയില്ല മൂപ്പര് ഉണങ്ങിപ്പോയണോ അറിയില്ല. ഞാൻ വെട്ടിയിട്ടുണ്ട്, എന്തായാലും ഉണ്ടാവുമെന്നറിയില്ല. ഇതൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇത്ര ഭംഗിയൊന്നും അതിനില്ല പൂക്കൾക്കൊന്നും. പക്ഷെ തെച്ചിപ്പോഴും ഭംഗിയാണ്. പക്ഷെ ഇതുപോലൊരു ഭംഗി ഇപ്പം എനിക്ക് അതിന് ഫീൽ ചെയ്യുന്നില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ, ഉണ്ടാവുമായിരിക്കും അല്ലേ. പിന്നെ ഇത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കോഴിക്കോട് നിന്ന് വാങ്ങിയ 100 രൂപക്ക് 4 വാങ്ങിയിട്ടുള്ളത് ഇതാണ് കേട്ടോ. കുറച്ചൊരു ഇതായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നല്ല ഉഷാറായി വരുന്നുണ്ട്. പൂവിടാനൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ഉണ്ടാവുമായിരിക്കും. പിന്നെ അതുപോലെ ഈ ഒരു ഗ്ലാഡിയോലസിൻ്റെ ഒരു കിഴങ്ങും കൂടെ വാങ്ങിയിട്ടുണ്ട്, അതൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇതും കൂടെ, ഇതിൻ്റെ എന്തായിരുന്നു, ചില്ലി ഓറഞ്ച്. ഇതാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ അത്. താങ്ക്സ് ഫോർ വാച്ചിങ്.